CBSE ക്ലാസ് 12 ബയോളജിയിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് എത്രയാണ്, ബോർഡ് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ചോദിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സെക്കൻഡ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, തേർഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഫോർത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ഫിഫ്ത്ത് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, സിക്സ്ത് എവല്യൂഷൻ, സെവൻത്ത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, എയ്ത്ത് microbes in human welfare, 9th biotechnology principles and processes, 10th chapter biotechnology and its applications, 11th chapter organisms and populations, 12th chapter is ecosystem, 13th chapter biodiversity and conservation. അപ്പോൾ ഇത്രയാണ് പ്ലസ് ടു ബയോളജിയുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മൊത്തം 13 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ ബോട്ടണിയിൽ 5 ചാപ്റ്ററും സുവോളജിയിൽ 8 ചാപ്റ്ററും, അങ്ങനെ 8 5 കൂടെ ചേർന്ന് ടോട്ടൽ 13 ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ട് ഉള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ്, ബയോടെക്നോളജി ആപ്ലിക്കേഷൻ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, ഈ 5 ചാപ്റ്റർ ബോട്ടണി ചാപ്റ്ററാണ്. ബാക്കി എല്ലാ ചാപ്റ്ററും സുവോളജി ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്റേഴ്സ് ഏതെന്ന് നോക്കിക്കഴിഞ്ഞു. ഇനി വെയിറ്റേജ് നോക്കാം. അപ്പോൾ CBSE ക്ലാസ് 12 ബയോളജി എക്സാം 70 മാർക്കിനാണ് തിയറി, ബാക്കി 30 മാർക്കിന് പ്രാക്ടിക്കലാണ്. ടോട്ടൽ 100 മാർക്കിനാണ്. റിട്ടേൺ എക്സാം 70 മാർക്കിനും, തിയറി പരീക്ഷ 70 മാർക്കിനും, പ്രാക്ടിക്കൽ എക്സാം 30 മാർക്കിനുമാണ്. 3 മണിക്കൂറായിരിക്കും നിങ്ങളുടെ എക്സാം ടൈം എന്ന് പറയുന്നത്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ തിയറിയിലെ മാർക്കും പ്രാക്ടിക്കലിൻ്റെ മാർക്കും കൂടെ കൂട്ടിയിട്ട് ഔട്ട് ഓഫ് 100-ലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതല്ലാതെ തന്നെ തിയറിക്ക് എത്ര മാർക്ക് കിട്ടി, പ്രാക്ടിക്കലിന് എത്ര പ്രത്യേകം കിട്ടിയെന്ന് അറിയാനായിട്ടും പറ്റുന്നതായിരിക്കും. പ്രാക്ടിക്കൽ സബ്ജക്ട്സിന് പ്രാക്ടിക്കലിൻ്റെ മാർക്കും കൂടെ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യുന്നതായിരിക്കും. CBSEയിലെ സയൻസ് സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് തിയറിക്ക് 70 മാർക്കും പ്രാക്ടിക്കലിന് 30 മാർക്കുമാണ്. ഫസ്റ്റ് യൂണിറ്റ് റീപ്രൊഡക്ഷൻ ആണ്. അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും കൂടെ 60 മാർക്സ് ആണ്. 3 ചാപ്റ്ററും കൂടെ 16 മാർക്സിനാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, ഇതിലും 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ. അപ്പോൾ ഈ 3 ചാപ്റ്ററും കൂടെ 20 മാർക്സ് ആണ്. നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ യൂണിറ്റ് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. ഇതിൽ 2 ചാപ്റ്ററാണ് ഉള്ളത്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറും. 2 ചാപ്റ്ററും കൂടെ 12 മാർക്കാണ് ചോദിക്കാൻ സാധ്യത ഉള്ളത്. നെക്സ്റ്റ് അടുത്ത 4ാമത്തെ യൂണിറ്റാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇതിൽ 2 ചാപ്റ്ററാണ് ഉള്ളത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസും. 2 ചാപ്റ്ററും കൂടെ 12 മാർക്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. അടുത്ത ലാസ്റ്റ് യൂണിറ്റാണ് എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. ഇതിൽ 3 ചാപ്റ്റർ ഉണ്ട്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. 3 ചാപ്റ്ററിനും കൂടെ 10 മാർക്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എക്സാമിന്. അപ്പോൾ ഇത്രയാണ് ബയോളജി ചാപ്റ്റേഴ്സ്. അങ്ങനെ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടി 70 മാർക്സിനാണ് എക്സാം. അപ്പോൾ ഇത്രയുമാണ് ബയോളജി ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ്. ഈ വെയിറ്റേജ് ബേസ് ചെയ്ത് എക്സാമിന് ചോദിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് എടുക്കുക. അതിൽ 16 മാർക്സാണ്. 3 ചാപ്റ്റർ ഉണ്ട് ഫസ്റ്റ് യൂണിറ്റിൽ റീപ്രൊഡക്ഷനിൽ. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇതെല്ലാം കൂടെ ചേർത്ത് 16 മാർക്കിന് എക്സാമിന് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എന്താണ് എക്സാമിന് ചിലപ്പോൾ 12 മാർക്കിനോ 13 മാർക്കിനോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ആ യൂണിറ്റിലെ ബാക്കി മാർക്ക് എന്താണ് വേറെ യൂണിറ്റിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എന്തെങ്കിലും കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏത് യൂണിറ്റിനാണ് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് ഈ വെയിറ്റേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. 20 മാർക്സാണ് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ 3 ചാപ്റ്ററാണുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലാർ ബേസിസ്, പിന്നെ എവല്യൂഷൻ. അപ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു യൂണിറ്റിനായിരിക്കണം. അത് കഴിഞ്ഞ് വെയിറ്റേജ് വൈസ് നോക്കുമ്പോൾ റീപ്രൊഡക്ഷനാണ് ആദ്യത്തെ 3 ചാപ്റ്ററാണ്. 16 മാർക്സാണ് വെയിറ്റേജ് വരുന്നത്. അത് കഴിഞ്ഞ് എന്താണ് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയറും ബയോടെക്നോളജി 12 മാർക്സാണ് വെയിറ്റേജ് വൈസ് വരുന്നത്. ദാറ്റ് മീൻസ് എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായാലും അത് പഠിച്ചു വെക്കണം. ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് അതിൽ വരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റാണ് ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. ഇതിൽ 10 മാർക്സാണ്. അതും ഏറ്റവും ഈസി ആയിട്ടുള്ള സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അത് നല്ലവണ്ണം പഠിച്ചു വെക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ മോളിക്കുലാർ ബേസിസ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ സ്കോർ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന ചാപ്റ്റേഴ്സും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്സാക്കാൻ പാടില്ല. അത് നല്ലപോലെ നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോബ്സ്, പിന്നെ ബയോടെക്നോളജി, പ്രിൻസിപ്പിൾസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നിങ്ങൾ എന്താണ് ഒന്നും വിടരുത്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ് റീപ്രൊഡക്ഷനും പിന്നെ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷനുമാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. റീപ്രൊഡക്ഷനും പിന്നെ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഈ 2 യൂണിറ്റിലും
എല്ലാം കൂടെ എത്ര ചാപ്റ്ററാണുള്ളത്? 6 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ ഈ 6 ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ, ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 36 മാർക്സ് 6 ചാപ്റ്ററിൽ നിന്നും കിട്ടും. അതായത് ഫസ്റ്റത്തെ 2 യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് 36 മാർക്സാണ് കിട്ടാനായിട്ട് പോകുന്നത്. ലാസ്റ്റത്തെ 3 യൂണിറ്റിൽ നിന്ന്, അതായത് അവസാനത്തെ 7 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 34 മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ 70 മാർക്സ് ആയി. പ്രാക്ടിക്കലിന് എങ്ങനെയാണ് 13 മാർക്സ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കും. ലാബുള്ള എല്ലാ സബ്ജക്ട്സിനും പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എക്സാമിനർ വെളിയിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വരുന്ന എക്സാമിനറിന് കാണിച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള, ചിലപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റ് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് റെക്കോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന എക്സാമിനർ നിങ്ങളോട് ചോദിക്കും. പിന്നെ നിങ്ങൾ എഴുതുന്ന റെക്കോർഡ്, പിന്നെ നിങ്ങളുടെ പ്രോജക്റ്റ്. സോ ഇതെല്ലാം കൂടെ ചേർത്താണ് നിങ്ങൾക്ക് 13 മാർക്സ് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് എക്സ്പെരിമെൻറ്റ്, റെക്കോർഡ്, പ്രോജക്റ്റ്, വൈവ, ഈ 4 സംഭവങ്ങളും കൂടെ ചേർത്താണ് 13 മാർക്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് 13 മാർക്സ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് പ്രാക്ടിക്കൽസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പ്രാക്ടിക്കൽ എക്സാം ഒരു ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടെ അനുവദിച്ച് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് വരാൻ പോകുന്നത് CBSE ബോർഡ് എക്സാംസ് ആയിരിക്കും. CBSE ക്ലാസ് 12 ബയോളജിയിൽ പ്രാക്ടിക്കൽ എക്സാംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, പോളൻ ജെർമിനേഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ് പോളൻ ജെർമിനേഷൻ. ഇനി സെക്കൻഡ് വൺ, ഐസൊലേഷൻ ഓഫ് DNA. DNAയുടെ ഐസൊലേഷൻ ആണ്. DNA ഐസൊലേറ്റ് ചെയ്ത് കാണിച്ച് കൊടുക്കണം. ഇത് മൂന്നാമത്തത്, പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ക്വാഡ്രൻ്റ് മെത്തേഡ് യൂസ് ചെയ്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ്. പിന്നെ പോപ്പുലേഷൻ ഫ്രീക്വൻസിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നേ ചോദിക്കാറുള്ളൂ. കൂടുതലായിട്ടും പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ സ്പോട്ടിംഗ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതവിടെ വച്ചിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയും. അതാണ് സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ റൂട്ടിൻ്റെയോ സ്റ്റെമ്മിൻ്റെയോ സെക്ഷൻ എടുക്കാനുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോർമലി ചോദിക്കാറുണ്ട്. ഡൈക്കോട്ട് അല്ലെങ്കിൽ മോണോക്കോട്ട്, റൂട്ടിൻ്റെയോ സ്റ്റെമ്മിൻ്റെയോ സെക്ഷൻ എടുക്കേണ്ട ക്വസ്റ്റ്യൻ. പിന്നെ പ്രാക്ടിക്കലിന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ എഴുതി വയ്ക്കണം. ആ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം മീൻസ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും ആ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. പോളൻ ജെർമിനേഷൻ ആണെങ്കിൽ പോളൻ ജെർമിനേഷൻ ആയിരിക്കും ആ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽസ് റിക്വയർഡ്, നിങ്ങൾ അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്താണെന്ന് അത് എഴുതണം. പിന്നെ ഒബ്സർവേഷൻ, ടേബിളാർ കോളം ഉണ്ടെങ്കിൽ അത്, പിന്നെ അതിൻ്റെ ഡയഗ്രാം കൂടെ നല്ല നീറ്റായിട്ട് വരച്ച് വയ്ക്കുക. എഴുതുന്ന കാര്യങ്ങൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയഗ്രാംസ് ഒക്കെ പെൻസിലിട്ടാണ് വരയ്ക്കാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പേന വെച്ച് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ലാസ്റ്റ് നിങ്ങൾ പ്രിക്കോഷൻസ് എഴുതണം. പിന്നെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അതും എടുത്തെഴുതണം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ പോളൻ ജെർമിനേഷൻ ആണ് നമ്മുടെ അടുത്ത് പ്രാക്ടിക്കലിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എയിം എഴുതണം. എയിം എന്താണ്? പോളൻ ജെർമിനേഷൻ ആണ്. എന്നിട്ട് മെറ്റീരിയൽസ് റിക്വയർഡ്, അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇത് ചെയ്യാനായിട്ട് വേണ്ടത് അത് എഴുതി വയ്ക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ എഴുതണം. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് എഴുതണം. പിന്നെ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്നും കൂടെ എഴുതണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചുരുക്കി എഴുതിയാൽ മതിയാവും. അത് കഴിഞ്ഞ് അതിൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് എഴുതണം. നിങ്ങൾക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ടേബിളാർ കോളം ഉണ്ടെങ്കിൽ അതും വരച്ച് വയ്ക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത. പിന്നെ ഡയഗ്രാംസ് തീർച്ചയായിട്ടും വരയ്ക്കണം. പോളൻ ജെർമിനേഷൻ്റെ ഡയഗ്രാംസ് തീർച്ചയായിട്ടും വരയ്ക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് പ്രൊസീജിയർ എന്ന ഹെഡിങ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. മെറ്റീരിയൽസ് റിക്വയർഡിൽ നിങ്ങൾ യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസിൻ്റെ പേര് അവിടെ എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്താണ് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ CBSE ക്ലാസ് 12 ബോർഡ് എക്സാമിന് ബയോളജിയിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന വെയിറ്റേജസ് കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. CBSE ക്ലാസ് 12 ബയോളജി ബോർഡ് എക്സാം വരുന്നത് മാർച്ച് 27-ാം തീയതി വ്യാഴാഴ്ചയാണ്. CBSE എക്സാംസ് ഒക്കെ ഫെബ്രുവരി 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബയോളജി വരുന്നത് ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ്. സയൻസുകാർക്ക് ആദ്യം ഫിസിക്സ് പരീക്ഷയായിരിക്കും. ഫെബ്രുവരി 20-ാം തീയതിയാണ് ഫിസിക്സ് എക്സാം. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ CBSE എക്സാംസിന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാംസൊക്കെ അടുത്തെത്താറായി. ഫെബ്രുവരി മാസം അടുത്ത മാസമാണ്. ഈ ജനുവരി ഇതാന്ന് പറയുന്ന മുമ്പ് കഴിയും. പിന്നെ എന്താണ്, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ ഉണ്ട്, പഠിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം നേരത്തെ തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. CBSE ക്ലാസ് 12 ബയോളജി പ്രാക്ടിക്കലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്
ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.